തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ആളെയാണ് പ്രസിഡന്റ് ആക്കിയിട്ടുള്ള ലീഗ്. അതിനേക്കാൾ ഉപരി ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് മുബാറക്ക്. മത്സ്യ വിൽപ്പനക്കാരനാണ്. പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് സ്മിജിയെ വൈസ് പ്രസിഡന്റ് ആക്കിയ പോലെ ലീഗിൻ്റെ ഒരു പ്രത്യേക സന്തോഷകരമായ ഒരു ട്വിസ്റ്റ് തീരുമാനമാണോ ഇത്? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ലീഗ് വളരെ ആലോചിച്ച് തന്നെയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. നാടിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലീഗ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്ന് എനിക്കറിയില്ല. രാജ്യത്തെ ഏറ്റവും വലിയൊരു മതേതര വീക്ഷണമുള്ള സംഘടനയാണ് മുസ്ലിം ലീഗ്. നിങ്ങൾക്കൊന്നും അറിയാത്തൊരു ചരിത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 1963 പട്ടികജാതി വിഭാഗക്കാർക്ക് പ്രസിഡന്റ് സ്ഥാനമൊന്നും നീക്കി വെച്ചിട്ടില്ലാത്തൊരു കാലത്ത് നമ്മുടെ മണ്ഡലത്തിൽ ആദവനാട് പഞ്ചായത്തിൽ ഒരു SC/ST കാരനായിട്ടുള്ള ഒരു മെമ്പറെ പ്രസിഡന്റാക്കിയ പാർട്ടിയാണ് ലീഗ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത് കഴിഞ്ഞിട്ടില്ല. സംവരണം പോലും ഇല്ലാത്ത കാലത്ത് ആ മുസ്ലിം ലീഗ് ആ ചരിത്രം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് അഡ്വക്കേറ്റ് സ്മിജു വന്നതും മുബാറക്ക് എന്ന ചെറുപ്പക്കാരൻ തലക്കാട് വന്നതും. ഇത് തലയെടുപ്പുള്ള ഒരു പ്രസിഡന്റായിരിക്കും തലക്കാട്ടെ ഞങ്ങളുടെ പ്രസിഡന്റ്. അത് ഞങ്ങൾ തെളിയിക്കും, പ്രവർത്തനത്തിലൂടെ തെളിയിക്കും. തലക്കാട് പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായ വിജയം ഞങ്ങളെല്ലാവരെയും ആഹ്ലാദിപ്പിക്കുന്നതാണ്. ജനാധിപത്യ വിശ്വാസികൾക്ക് അഭിമാനം പകർന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനായി ഒരു ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തും. 25 കൊല്ലമായി വേണ്ടത്ര വികസനം നടക്കാതെ പോയ ഒരു പ്രദേശം, ഈ പ്രദേശത്തെ വികസിപ്പിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രത്യേകം പദ്ധതി തയ്യാറാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ അധികാരത്തിലേറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്ന ജനങ്ങളോട് നീതി പുലർത്തും എന്നാണ് ഈ സന്ദർഭത്തിൽ തരാനുള്ള വാക്ക്. ഈ 7 മേഖലയിലും, അത് പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും, അവിടെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്ന് ഞങ്ങൾക്കുണ്ടാവില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ അങ്ങനെ കണ്ടു എങ്കിൽ അത് ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരികയാണ്. എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും എല്ലാ മുനിസിപ്പൽ കൗൺസിലർമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും UDF മുന്നോട്ട് പോവുക. ഇവിടുത്തെ ബഹുജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരമുണ്ടാകും. അവിടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ട് തന്നെ ആയിരിക്കും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഞങ്ങളുടെ ഭരണസമിതി മുന്നോട്ട് പോവുക. ജനങ്ങളുടെ മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാവണമെന്നും മുഴുവൻ ജനാധിപത്യ സംഘടനകളുടെ പിൻബലവും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്നും ഈ സന്ദർഭം ഞാൻ ആവശ്യപ്പെടുകയാണ്. നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാം ഒരു വികസിത നാടിനു വേണ്ടി. തീർച്ചയായിട്ടും നമ്മളൊരു പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഭംഗിയിൽ നമ്മളത് കൈകാര്യം ചെയ്യും. പിന്നെ നമ്മൾ ഇപ്പോൾ പ്രത്യേകമായിട്ട് ഒന്നും പറയണില്ല. നമ്മൾ 22 വാർഡാണ് തലക്കാട് പഞ്ചായത്തിൽ. ആ 22 വാർഡിലുള്ള മെമ്പർമാർ ഉൾപ്പെടുത്തിക്കൊണ്ട് തലക്കാട് പഞ്ചായത്തിന് നല്ലൊരു വികസന മുന്നേറ്റം നമ്മൾ നടത്തും. പ്രതിപക്ഷം ഇതിന് ഭരണപക്ഷം പ്രതിപക്ഷം നിന്നില്ല. ഒരു പഞ്ചായത്ത് രാജ്യ സംവിധാനത്തിൽ ഇതിൽ എല്ലാവരും 22 മെമ്പർമാരും അതായത് തിരഞ്ഞെടുത്ത് വന്നവരാണ്. എല്ലാവരും ഒന്നിച്ചിരുത്തിയിട്ട് ഞങ്ങൾ നല്ലൊരു ഭരണം തലക്കാട് പഞ്ചായത്തിന് ഞങ്ങൾ കാഴ്ചവെക്കും. 35 വയസ്സാണ് പ്രായം. തലക്കാട് പഞ്ചായത്തിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ചുള്ള തീരുമാനങ്ങളൊന്നുമില്ല. നമ്മളിനി ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും. തലക്കാട് പഞ്ചായത്തിലെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും പദ്ധതികളുണ്ടോ? അങ്ങനെ വരും ദിവസങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ അറിയിക്കാം. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.